ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈക്യാട്രിയിലെ കംപ്ലീറ്റ് റിവിഷന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എയിംസ്, നോർസെറ്റ്, ജിപ്മർ, RRB പോലെയുള്ള എക്സാംസിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് സിംറ്റംസ് ആൻഡ് ഹാവ് എക്സസീവ് വറി ഓർ ബിലീവ് that they are suffering from physical illness despite lack of medical evidence is known as. അല്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് സിംറ്റംസ് അല്ലെ, ആ ഒരു ഇൻഡിവിജ്വല് സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അവർക്ക് എക്സസീവ് വറി ഉണ്ട്. എന്തിനെ കുറിച്ചിട്ടാണ്? ബിക്കോസ് ഓഫ് എ ഫിസിക്കൽ ഇൽനെസ് അല്ലെ. അവർ ചിന്തിക്കുകയാണ് അവർക്ക് ഒരു ഫിസിക്കൽ ഇൽനെസ് ഉണ്ട്, ആ ഒരു ഫിസിക്കൽ ഇൽനെസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവർക്ക് ടെൻഷൻ ഉണ്ട്, അതുപോലെ അവർക്ക് അതിന്റെ സിംറ്റംസ് ഉണ്ട് അല്ലെ. പക്ഷേ നമ്മൾ അവിടെ മെഡിക്കൽ എവിഡൻസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ പേഷ്യന്റെ ലാബ് റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു റിപ്പോർട്ടൊന്നും യാതൊരു തരത്തിലുള്ള പ്രൂഫും നമുക്ക് തരുന്നില്ല അല്ലെ. പേഷ്യന്റിന് ഒരു അസുഖം ഉണ്ട് എന്നുള്ള രീതിയിൽ യാതൊരു തരത്തിലുള്ള റിപ്പോർട്ട്സും നമുക്ക് കിട്ടുന്നില്ല. പേഷ്യന്റ് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്, പേഷ്യന്റ് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ടെൻഷനാണ് പേഷ്യന്റിന്, അതായത് അവർക്കൊരു ഫിസിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ അവർക്ക് അസുഖം ഉണ്ട് എന്നതിനെ കുറിച്ച് അവർക്ക് ടെൻഷനാണ്. പക്ഷെ അവിടെ എന്താണ്? മെഡിക്കൽ എവിഡൻസ് ഒന്നുമില്ല അല്ലെ. അതായത് യാതൊരു ലാബ് ടെസ്റ്റ് നോക്കുമ്പോൾ അതെല്ലാം നോർമലാണ്, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ബാക്കിയെല്ലാം നോർമലാണ്. പക്ഷെ പേഷ്യന്റ് പറയുന്നു പേഷ്യന്റ് എന്തോ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റ് അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഏത് കണ്ടീഷനാണെന്നാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം ഓപ്ഷൻസ് നോക്കാം. പാരാഫിലിയ, ഫോബിക് ഡിസോർഡേഴ്സ്, സൊമറ്റോഫോം ഡിസോർഡർ ആൻഡ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സൊമറ്റോഫോം ഡിസോർഡേഴ്സ് അല്ലെ, സൊമറ്റോഫോം ഡിസോർഡേഴ്സ്. അപ്പൊ എന്താണ് ഒരു സൊമറ്റോഫോം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ? സൊമറ്റോഫോം ഡിസോർഡറിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഇസ് നോ അപ്പാരന്റ് ഫിസിക്കൽ കോസ് അല്ലെ. ഈ ഒരു കണ്ടീഷനിൽ ഒരു തരത്തിലുള്ള ഫിസിക്കൽ കോസും ഇല്ല അല്ലെ. ഫിസിക്കൽ സിംറ്റംസ് ബ്രോട്ട് അബൌട്ട് ബൈ സൈക്കോളജിക്കൽ ഡിസ്ട്രസ് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ സൈക്കോളജിക്കൽ ഡിസ്ട്രസ് ആണ് അവിടെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത് അല്ലെ. ഇപ്പൊ പേഷ്യന്റ് പറയും എന്താണ്, പേഷ്യന്റ് ഇവിടെ വേദനയുണ്ട്, അവിടെ വേദനയുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൊമക് പെയിൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ നമ്മൾ പേഷ്യന്റ് USG എടുത്ത് നോക്കുന്നുണ്ടാവും, എക്സ്റേ എടുത്ത് നോക്കുന്നുണ്ടാവും, ലാബ് റിസൾട്ട്സ് ഒക്കെ നോക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു പേഷ്യന്റ് പറയുന്നതായിട്ട് അല്ലെങ്കിൽ പേഷ്യന്റ് എക്സിബിറ്റ് ചെയ്യുന്ന ആ ഒരു സിംറ്റംസിന് യോജിക്കുന്ന വിധത്തിലുള്ള യാതൊരു ഡിസീസും നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അല്ലെ. അപ്പൊ അതുപോലെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ സൊമറ്റോഫോം ഡിസോർഡർ എന്ന് പറയാം. അതായത് അവിടെ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ കോസോ അല്ലെങ്കിൽ ഒരു എറ്റിയോളജിയോ ഒന്നും കാണില്ല, പക്ഷെ പേഷ്യന്റ് പറയും പേഷ്യന്റ് ഇന്ന അസുഖമുണ്ട്, ഇന്ന രീതിയിലുള്ള സിംറ്റംസ് ഉണ്ട് എന്നുള്ളത് പറയുന്നു അല്ലെ. അപ്പൊ അവരെ സൈക്കോളജിക്കൽ ഡിസ്ട്രസ് അല്ലെ, അവരെ മനസ്സിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടെ ഫിസിക്കൽ സിംറ്റംസ്, അതായത് ശാരീരികപരമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊമറ്റോഫോം ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കാം. അതിൽ ഫസ്റ്റത്തതാണ് സൊമറ്റൈസേഷൻ ഡിസോർഡർ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ബ്രിക്സ് സിൻഡ്രം എന്ന് പറയും. ഓക്കെ, ബ്രിക്കറ്റ് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നത് സൊമറ്റൈസേഷൻ ഡിസോർഡറിനെയാണ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ പെട്ടെന്ന് സൊമറ്റൈസേഷൻ ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെനി ഫിസിക്കൽ കംപ്ലൈൻസ് അല്ലെ. ഇപ്പൊ പേഷ്യന്റ് പല സിസ്റ്റംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിംറ്റംസ് പേഷ്യന്റ് പറയും അല്ലെ. അപ്പം ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബിഗിനിങ് ബിഫോർ ഏജ് ഓഫ് 30 അല്ലെ. ഒരു 30 വയസ്സിന് മുന്നേയൊക്കെയാണ് ഇതുപോലെയുള്ള സൊമറ്റൈസേഷൻ ഡിസോർഡേഴ്സുമായിട്ട് പേഷ്യൻസ് വരാറുള്ളത് അല്ലെ. അപ്പൊ പേഷ്യൻസിന് നമ്മൾ എടുത്തു പോകുമ്പോൾ അവരധികം ഒരു 30 വയസ്സിന് മുന്നേ ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ. അതുപോലെ നമ്മൾ ഇത് സൊമറ്റൈസേഷൻ ഡിസോർഡർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില് എന്താ പറയാ, ഈ ഒരു മൾട്ടി സിസ്റ്റം സിംറ്റംസ് കാണിക്കണം അല്ലെ. ഇപ്പം പേഷ്യന്റ് പറയും ഒന്നെങ്കിൽ 4 ഡിഫറെന്റ് പെയിൻസ് പറയും അല്ലെ, പല വിധത്തിൽ. ചിലപ്പോൾ പറയും കൈക്ക് വേദനയാണ്, അല്ലെ കാലിന് വേദനയാണ്, വയറുവേദനയാണ്, തലവേദനയാണ്, അങ്ങനെ പെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു 4 പെയിൻസ് പറയാം. അല്ലെങ്കിൽ നമ്മൾ GI സിസ്റ്റംസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 സിംറ്റംസ് പറയുന്നു അല്ലെ. ഇപ്പൊ ഡയറി ആണ്, അല്ലെങ്കിൽ നോസിയാണ്, വോമിറ്റിംഗ് ആണ്, ലൂസ് മോഷൻ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആണ്, ഇങ്ങനെ GI സിംറ്റംസ് പറയുന്നുണ്ടാവാം അല്ലെ. അല്ലെങ്കിൽ 1 സെക്ഷുവൽ സിംറ്റംസ്, എന്തെങ്കിലും വജൈനസ്മസ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ്, അങ്ങനെ സെക്ഷുവൽ സിംറ്റംസ് എന്തെങ്കിലും പറയുന്നുണ്ടായിരിക്കും, ലോസ് ഓഫ് ലിബിഡോ അല്ലെ. അല്ലെങ്കിൽ 1 സ്യൂഡോ ന്യൂറോളജിക്കൽ സിംറ്റംസ് അല്ലെ, പേഷ്യന്റ് പറയും കൈക്ക് പാരാലിസിസ് ആണ്, അല്ലെങ്കിൽ ലിംബ് വീക്ക്നെസ് ഉണ്ട് എന്ന രീതിയിലൊക്കെ ഉള്ള സ്യൂഡോ ന്യൂറോളജിക്കൽ സിംറ്റംസ്. അങ്ങനെ
മൾട്ടി സിസ്റ്റം ലെവൽ സിംറ്റംസ് പേഷ്യന്റ് കാണിക്കും. ചില ദിവസം പേഷ്യന്റ് കൈക്കായിരിക്കും വേദന, ചില ദിവസങ്ങളിൽ കാലുവേദന ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് ഹെഡ് ഏക്ക് ആയിരിക്കും അല്ലെ. ഇങ്ങനെ മൾട്ടി സിസ്റ്റം ലെവൽ സിംറ്റംസ് അവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. സിംറ്റംസ് ആർ അൺഫൗണ്ടഡ് ഓർ എക്സാഗ്രേറ്റഡ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അൺഫൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പറയുന്ന കാര്യത്തിന് യാതൊരു ബേസിസ് അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രൂഫ് ഉണ്ടാവില്ല. അതാണ് അൺഫൗണ്ടഡ് എന്ന് പറയുന്നത്. പ്രൂഫ് ഉണ്ടാവില്ല. ഈ ഒരു ഒരു ഡിസീസ് ആണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു പ്രൂഫും അവിടെ ഇല്ല. അതാണ് അൺഫൗണ്ടഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് കുറച്ചും കൂടെ എക്സാഗറേറ്റ് ചെയ്ത് പറയുന്നതായിട്ട്, കുറച്ച് അധികമായിട്ട് എക്സാഗറേറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് സൊമറ്റൈസേഷൻ ഡിസോർഡർ അല്ലെങ്കിൽ ബ്രിക്കറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അടുത്തതാണ് കൺവേർഷൻ ഡിസോർഡർ അല്ലെ. അപ്പൊ കൺവേർഷൻ ഡിസോർഡറിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഫങ്ഷണൽ ന്യൂറോളജിക്കൽ സിംറ്റം ഡിസോർഡർ അല്ലെ. ചിലപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺവേർഷൻ ഡിസോർഡർ എന്ന് കാണില്ല, ഫങ്ഷണൽ ന്യൂറോളജിക്കൽ സിംറ്റം ഡിസോർഡർ എന്ന് പറയാം അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കൺവേർഷൻ ഡിസോർഡർ ഉള്ള പേഷ്യന്റ് മെയിൻ ആയിട്ടും കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഒന്ന് മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിംറ്റംസ് ഒക്കെ ആയിരിക്കും പേഷ്യന്റ് എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൺ ഓർ മോർ സിംറ്റംസ് ദാറ്റ് അഫക്ട് എയ്തർ മൂവ്മെന്റ് ഓർ സെൻസേഷൻ. ഒന്നുകിൽ നമ്മളെ മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റം ആയിരിക്കും അവർ കാണിക്കുന്നത് അല്ലെ. അപ്പൊ മൂവ്മെന്റ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ മോട്ടോർ ടൈപ്പ് സിംറ്റംസ്, മോട്ടോർ സിംറ്റംസ് ആയിരിക്കും അല്ലെ. അപ്പൊ മോട്ടോർ സിംറ്റം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? ട്രമേഴ്സ്, സീഷേഴ്സ് അല്ലെ, ലിംബ് പാരാലിസിസ്, വീക്ക്നെസ് അല്ലെ, ഇംപയർഡ് കോർഡിനേഷൻ, ബാലൻസ്, ഇതെല്ലാം മോട്ടോർ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിംറ്റംസ് ആണ് അല്ലെ. അല്ലെങ്കിൽ അവർ സെൻസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും പറയാം അല്ലെ. എക്സാമ്പിൾ ആയിട്ട് ലോസ് ഓഫ് സെൻസേഷൻ അല്ലെ. ചിലപ്പോൾ പേഷ്യന്റ് പറയാം എനിക്ക് കണ്ണ് കാണുന്നില്ല, ബ്ലൈൻഡ്നെസ് ആണ് അല്ലെ, ഡെഫ്നെസ് ആണ്. ഇങ്ങനെ സെൻസേഷൻ അല്ലെ, സെൻസേഷനുമായിട്ട് അല്ലെങ്കിൽ സെൻസ് ഓർഗനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് പേഷ്യന്റ് പറയും അല്ലെ. ഇപ്പൊ പേഷ്യന്റ് ഈ പാരാലിസിസ് ആണെന്നൊക്കെ പറയുന്നു അല്ലെ, നമ്മൾ നോക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, നെർവ് സ്റ്റഡി ഒക്കെ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് പറയുന്നു കണ്ണ് കാണുന്നില്ല, കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കി കുഴപ്പങ്ങളൊന്നുമില്ല അല്ലെ എന്ന് പറയുന്ന സമയത്ത് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ എ ന്യൂറോളജിക്കൽ ഡിസോർഡർ ഓർ അതർ മെഡിക്കൽ കണ്ടീഷൻ അല്ലെ. അപ്പൊ ന്യൂറോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും പേഷ്യന്റ് ഉള്ളതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ വേറൊരു മെഡിക്കൽ കണ്ടീഷൻ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് പേഷ്യന്റ് കാണിക്കുന്ന സിംറ്റംസ് ആണ് അല്ലെ. പേഷ്യന്റ് സിംറ്റംസ് കാണിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും നമുക്കൊരു മെഡിക്കലി നമുക്ക് അതിനൊരു പ്രൂഫ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കൺവേർഷൻ ഡിസോർഡറിന്റെ പ്രത്യേകത അവർ കൂടുതലായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നത് മൂവ്മെന്റ് അല്ലെങ്കിൽ സെൻസേഷനുമായിട്ടുള്ള സിംറ്റംസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതാണ് ഹൈപ്പോകോൺഡ്രിയാസിസ് അല്ലെ. അടുത്ത സൊമാറ്റോഫോം ഡിസോർഡർ ആണ് ഹൈപ്പോകോൺഡ്രിയാസിസ്. അപ്പൊ എന്താണ് ഈ ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറഞ്ഞാൽ, പേഷ്യൻസ് വിത്ത് ഹൈപ്പോകോൺഡ്രിയാസിസ് മിസ്ഇന്റർപ്രറ്റ് physical symptoms and fixate on the fear of having a life threatening medical conditions അല്ലെ. അപ്പൊ പേഷ്യന്റ് ഫിസിക്കൽ സിംറ്റംസിനെയൊക്കെ അവരെന്ത് ചെയ്യുന്നു, അവരതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അവരതിനെ തെറ്റിദ്ധരിച്ചിട്ട് അവർക്കൊരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ അവർക്ക് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നതിനെയാണ് ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയാം. അപ്പൊ ഹൈപ്പോകോൺഡ്രിയാസിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ അവർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള സിംറ്റംസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ഒരു ഡയഗ്നോസിസ് നമ്മൾ എന്താണ്, ആ ഒരു ഡയഗ്നോസിസ് ഉണ്ടാക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അല്ലെ കുറച്ച് സമയത്തിന് മുന്നേ തന്നെ അവരവരെ ലക്ഷണങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലെ. ചിലപ്പോൾ മുടി കൊഴിയുന്നുണ്ടാവും അല്ലെ, പക്ഷെ പേഷ്യന്റ് പറയും എനിക്ക് തലയിൽ ഭയങ്കര ക്യാൻസർ ആണ് അല്ലെ, എനിക്ക് ക്യാൻസർ ആണ് അതാണ് മുടി കൊഴിയുന്നത് എന്നൊക്കെ അവരങ്ങനെ പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ്, മൂക്കുന്ന് എനിക്ക് ചോര വരുന്നുണ്ട്, അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് അവർ അങ്ങനെയായിരിക്കാം അവർ ഡോക്ടറെ അടുത്തോട്ട് എത്തുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് ഒരു ഉള്ളിൽ വല്ലാത്ത ഒരു ബിലീഫാണ്, ഒരു ഫിക്സഡ് ബിലീഫാണ്, എന്താണ്, അവർക്കൊരു ലൈഫ് ത്രെട്ടനിങ് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ അവരൊരു ഫിസിക്കൽ സിംറ്റംസിനെ അല്ലെ അതിനെ അവരെങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ പേഷ്യന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ പേഷ്യന്റ് അതിനെ കുറിച്ചിട്ട് മനസ്സിൽ ഓൾറെഡി അവർ അതിനെ ഫിക്സഡ് ആക്കുന്നു അല്ലെ. ദ പ്രിഡോമിനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത് പേഷ്യന്റ് അവരെ സിംറ്റംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ഭയം അവർ എക്സിബിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഹൈപ്പോകോൺഡ്രിയാസിസിൽ. അടുത്തതാണ്
പെയിൻ ഡിസോർഡർ. ഇപ്പൊ ഈ പേരിൽ തന്നെ ഉണ്ട് പെയിൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പെയിൻ പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റ് അല്ലെ, അവരുടെ ലൈഫിൽ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റ് നടന്നതിന് ശേഷമായിരിക്കാം അവരൊരു അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു പെയിനെ കുറിച്ചിട്ട് പറയുന്നത് അല്ലെ. ചിലപ്പോൾ പേഷ്യന്റിന് ജോബ് നഷ്ടപ്പെട്ട ദിവസമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫാമിലിയിൽ ഒരു ലോസ് നടന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റിലൂടെ അവര് കടന്നു പോകുന്ന സമയത്ത്, കടന്നു പോയതിന് ശേഷമാണ് ഈ പെയിൻ ഡിസോർഡർ അവർ പറയുന്നത് അല്ലെ. അവർ പറയും എനിക്ക് ഭയങ്കര തലവേദനയാണ്, ക്രോണിക് ഹെഡേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ വരും അല്ലെ. അൺഎക്സ്പ്ലെയിൻഡ് ക്രോണിക് ഹെഡേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും അല്ലെ. അപ്പം ഈ ഒരു പെയിൻ ഡിസോർഡറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പേഷ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽത്ത് കെയർ സിസ്റ്റം വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ. അവർ ഒരുപാട് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഈ പെയിൻ കുറയാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അവർക്ക് മാരേജ്, വർക്ക്, ഫാമിലിയിലൊക്കെ പ്രശ്നങ്ങൾ കാണും. പെയിൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ പെയിനുമായിട്ട് പല ഭാഗങ്ങളിൽ, ശരീരത്തിന്റെ പല പല ഭാഗങ്ങളിൽ പെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല അല്ലെ. ഇതാണ് പെയിൻ ഡിസോർഡർ. അടുത്തതാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അല്ലെ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ സൊമാറ്റിക് ഡിസോർഡറിൽ വരുന്ന ഒരു ടൈപ്പ് ആണ്. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ഇൻവോൾവ്സ് ഡെബിലിറ്റേറ്റിംഗ് പ്രീ ഒക്യുപ്പേഷൻ വിത്ത് എ ഫിസിക്കൽ ഡിഫക്റ്റ്, റിയൽ ഓർ ഇമാജിൻഡ്. അപ്പം എന്താ പറയാ, ചിലപ്പം അവർക്ക് ഒരു ചെറുതായിട്ടൊരു ഫിസിക്കൽ ഡിഫക്റ്റ് ഒക്കെ കാണാം. ചിലപ്പോൾ അവർക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ഇമാജിൻ ചെയ്യുന്നതായിരിക്കാം അവർക്ക് ഒരു ഫിസിക്കൽ ഡിഫക്റ്റ്, അവരുടെ ബോഡിക്ക് ഒരു ഫിസിക്കൽ ഡിഫക്റ്റ് ഉണ്ടെന്ന്. അപ്പൊ ഇത് രണ്ട് വിധത്തിലും ആവാം. ഒന്നെങ്കിൽ അവർക്ക് ചെറുതായിട്ട് ഇപ്പൊ മൂക്കിനൊക്കെ ചെറിയ രീതിയിൽ ഒരു ഡിഫക്റ്റ് കാണാം അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ പറയും എനിക്ക് മൂക്കിന് സർജറി ചെയ്യണം, എന്റെ മൂക്കൊക്കെ ശരിക്കും വളരെ വിരൂപമാണ് അല്ലെ, ബോഡി ഡിസ്മോർഫി ആണ് അല്ലെ, ബോഡി ഡിസ്മോർഫിക് ആയിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇംപെർഫെക്ഷൻ ഉണ്ട് എന്റെ മൂക്കിന് അല്ലെ, അപ്പൊ അതുകൊണ്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം, സർജറി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരല്ലെങ്കിൽ ഒരുപാട് കോസ്മെറ്റിക്സ്, ഇപ്പൊ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കോസ്മെറ്റിക്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുന്നതായിട്ട് കാണാം. അവർ ബോഡിക്ക് ഒരു വല്ലാത്ത വിധത്തിലുള്ള ഒരു രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നതൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രീ ഒക്യുപ്പേഷൻ അല്ലെ, ഒരു മുൻ ചിന്ത ഇവരിൽ കാണുന്നതാണ് അല്ലെ. അപ്പം പേഷ്യന്റിന് നമ്മൾ ചിലപ്പം ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ഒക്കെ കാണാം അല്ലെ, പക്ഷെ പേഷ്യന്റിന് അതിനെക്കുറിച്ചുള്ള കൺസേൺ വളരെ എക്സസീവ് ആണ്. അവർ വളരെ ബോഡി കോൺഷ്യസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. അപ്പം കോസ്മെറ്റിക്സ് ധാരാളം യൂസ് ചെയ്യുന്നു അല്ലെ, സർജൻസിനൊക്കെ പോയി കാണുന്നു, ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺവാണ്ടഡ് തോട്ട് വിത്ത് റെപ്പറ്റേറ്റീവ് റിച്വൽ ബിഹേവിയർ റെഫേർഡ് ടു സ്ട്രെസ്, ഫോബിയ, OCD, ആൻസൈറ്റി. എന്തായിരിക്കും ആൻസർ? ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അൺവാണ്ടഡ് തോട്ട് ആണ് അല്ലെ, വിത്ത് റെപ്പറ്റേറ്റീവ് റിച്വൽ ബിഹേവിയർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് OCD ആണ്. അപ്പൊ എന്താണ് OCD എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒബ്സഷൻ, എന്താണ് കമ്പൽഷൻ. OCD എന്ന് പറയുമ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് അല്ലെ. അപ്പൊ ഇതിലെ ഒബ്സഷൻ എന്ന് പറയുമ്പോൾ റിക്കറിംഗ് തോട്ട്സ് അല്ലെ, ഇൻട്രൂസീവ് ആയിട്ടുള്ള റിക്കറിംഗ് തോട്ട്സ് that the individual finds distressing അല്ലെ. അതായത് നമ്മളെ മനസ്സിലോട്ട് വരുന്ന അനാവശ്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചിന്തകളെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ മനസ്സിലോട്ട് ആവശ്യമില്ലാതെ റിക്കറിംഗ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നു, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്ട്രെസ് ആവുന്നു അല്ലെ. അതിന്റെ ഭാഗമായിട്ട് ഈ ചിന്തകൾ നമ്മൾ മനസ്സിലോട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്ട്രെസ് കൂടുന്നു അല്ലെ. അതായത് ഒബ്സഷന് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ പറയാണ് ഒരു കോമൺ ഒബ്സഷൻ ആണ് ഡേർട്ട് ആൻഡ് കണ്ടാമിനേഷൻ അല്ലെ. അപ്പൊ ചില ആൾക്കാരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ചില പേഷ്യൻസിനൊക്കെ നിങ്ങൾ OCD ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ കാണാം, അവർക്കൊരു അവർ പറയും ഇപ്പം ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അവരെ കിച്ചണിൽ എന്തുണ്ട്, ഡേർട്ട് ഉണ്ട്, കണ്ടാമിനേറ്റഡ് ആണെന്നൊക്കെ പറയും അല്ലെ. അവിടെ ഒരുപാട് ചളിയുണ്ട്, പൊടിയുണ്ട്, ഡസ്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു അല്ലെ. അപ്പൊ അവർക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു തോട്ട് അവരെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ചളിയാണ്, അവിടെ ഡേർട്ടാണ് അല്ലെ, അവിടെ വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ്, അവിടെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് എന്നൊക്കെയുള്ള ഈ അനാവശ്യമായിട്ട് ചിന്തകൾ അവരെ മനസ്സിലോട്ട് വരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു റിക്കറിംഗ് ആയിട്ടുള്ള ഇൻട്രൂസീവ് ആയിട്ടുള്ള അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന തോട്ട്സിനെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ചിന്തകൾ, തോട്ട്സ് അവരെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു, ആ ഒരു ആൻസൈറ്റിയെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ അവരവിടെ എടുക്കുന്നു.
അല്ലെ? അപ്പൊ ഈ ഒരു ഒബ്സഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒബ്സഷന്റെ ഭാഗമായിട്ട് ചിന്തകൾ മനസ്സിലോട്ട് വരുന്നു. ഈ ചിന്തകളുടെ ഭാഗമായിട്ട് ആള് ഡിസ്ട്രെസ് ആവുന്നു, അല്ലെങ്കിൽ അവർ ആൻസൈറ്റി കൂടുന്നു. ഈ ഒരു ആൻസൈറ്റിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടെ എന്ത് ബിഹേവിയർ ആണോ കാണിക്കുന്നത് അതിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, റെപ്പിറ്റേറ്റീവ് ഓർ റിച്വലൈസ്ഡ് ബിഹേവിയർ പാറ്റേൺസ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഫീൽസ് ഡ്രിവൺ ടു പെർഫോം, അല്ലെ? അപ്പൊ ഈ ഒരു ഒബ്സഷൻ എന്ന് പറയുന്ന ചിന്തകൾ കൊണ്ട് ഉണ്ടാവുന്ന ആൻസൈറ്റിയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ബിഹേവിയർ ആണോ അവിടെ റിപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയാം. ഓക്കെ, ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ചിന്തകളാണ്, അല്ലെ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആൻസൈറ്റി കാണുന്നു, അല്ലെ? അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആൻസൈറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ബിഹേവിയർ ആണോ അവിടെ എടുക്കുന്നത് അല്ലെങ്കിൽ അവർ എന്ത് ആക്ഷൻ ആണോ ചെയ്യുന്നത് അതാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പം ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇപ്പം എന്താണ് നേരത്തെ പറഞ്ഞു, കിച്ചണിൽ ഒരുപാട് ഡേർട്ട് ഉണ്ട്, കണ്ടാമിനേഷൻ ഉണ്ട്, അവിടെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയാന്ന് വിചാരിക്കുക ഒരു പേഷ്യന്റ്, അല്ലെ? അപ്പൊ അവർ അടുത്ത സ്റ്റെപ്പ് എന്താവും, അവർക്ക് ടെൻഷൻ ആവും, അല്ലെ? കിച്ചൺ മുഴുവൻ പൊടിയാണ്, അവിടെ വൃത്തിയാക്കണം, അല്ലെ? അങ്ങനെ അങ്ങനെ അവർ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് അത് ഓവർകം ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, അവിടെ വാഷ് ചെയ്യുന്നു, അവിടെ മോപ്പ് ചെയ്യുന്നു, അല്ലെ? അവിടെ നനച്ച് തുടയ്ക്കുന്നു, ഇങ്ങനെയുള്ള ബിഹേവിയർ ഒക്കെ അവരവിടെ ചെയ്തിട്ട് ആ ഒരു ക്ലീൻ മാക്സിമം ആ ഒരു ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെ? അപ്പൊ ആ ബിഹേവിയർ ആണ് ഇവിടുത്തെ കമ്പൽഷൻ, അല്ലെ? ഇപ്പൊ ചില ആൾക്കാർ കാണാം എപ്പോഴും അവർക്ക് ഒരു ചിന്തയാണ് ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല എന്നുള്ള, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലോട്ട് വരുന്നു, അതിന്റെ ഭാഗമായി അവർക്ക് പേടിയാവും, അല്ലെ? ആൻസൈറ്റി വരുന്നു, അല്ലെ? ഗ്യാസ് അങ്ങനെ പൊട്ടിത്തെറിച്ചാലോ, അല്ലെ? അപ്പൊ അവർ പെട്ടെന്ന് തന്നെ പോയിട്ട് രണ്ടാമതും കിച്ചണിൽ പോയിട്ട് ചെക്ക് ചെയ്യും, അല്ലെ? ആ ചെക്ക് ചെയ്യുന്നത് എന്താണ്, കമ്പൽഷൻ ആണ്, അല്ലെ? അതുപോലെ എല്ലാ സാധനങ്ങളും അടക്കി ഒതുക്കിയൊക്കെ വെക്കുന്ന ഒരാളാണ്, അല്ലെ? അപ്പൊ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അലങ്കോലമായിട്ട് ഇരിക്കുന്നു എന്ന് പറയാം, അല്ലെ? അപ്പൊ അതെന്താണ്, ഒബ്സഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് അവർ ചെന്നിട്ട് അതെല്ലാം അടുക്കി പെറുക്കി കറക്റ്റ് ആയിട്ട് വെക്കുന്നതായിട്ട് കാണാം. പിന്നെയും പിന്നെയും അവർ അറേഞ്ച് ചെയ്യുന്നു, അല്ലെ? കുറച്ച് റൈറ്റിലോട്ട് വെക്കുന്നു, കുറച്ച് ലെഫ്റ്റിലോട്ട് വെക്കുന്നു, സാധനങ്ങളെല്ലാം എടുത്തിട്ട്, അല്ലെ? അത് കമ്പൽഷൻ ആണ്. അതായത് ഒബ്സഷൻ എന്ന് പറയുന്നത് ഇൻട്രൂസീവ് റിക്കറിംഗ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ ആണ് കമ്പൽഷൻ എന്ന് പറയുന്നത്, അല്ലെ? ട്രൈയിങ് ടു റെഡ്യൂസ് ഓർ റിമൂവ് ദ ഫിയർ ആൻഡ് ആൻസൈറ്റി കോസ്ഡ് ബൈ ഒബ്സഷൻ, അല്ലെ? അപ്പം കോമൺ ആയിട്ടുള്ള കമ്പൽഷൻ ആണ് ക്ലീനിങ്, വാഷിങ്, അറേഞ്ചിങ് തിങ്സ് അണ്ടിൽ തിങ്സ് ആർ ജസ്റ്റ് റൈറ്റ്, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെക്ക് ചെയ്യുന്നു, അല്ലെ? പ്രയേഴ്സ്, കൗണ്ടിങ്, അല്ലെ? ചില ആൾക്കാരുണ്ടാവും, എന്താ പറയാ, കുറെ സാധനങ്ങൾ എണ്ണിപ്പെറുക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ രണ്ടാമത് സംശയം, ഇത് ഇത്ര തന്നെയാണോ കൗണ്ട് ഉള്ളത്, പിന്നെയും ചെന്നിട്ട് അവർ ആ പൈസയൊക്കെ എണ്ണി വെക്കുന്നതായിട്ട് കാണാം, അല്ലെ? കൗണ്ടിങ്, അല്ലെ? അപ്പം ഇതാണ് ഒബ്സഷനും കമ്പൽഷനും. അപ്പൊ നമുക്ക് ഇതിന്റെ OCDന്റെ സൈക്കിൾ ഒന്ന് നോക്കാം. അപ്പൊ ഒബ്സഷൻ എന്ന് പറയുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്ട്രസിങ് ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ അർജസ് അല്ലെങ്കിൽ ഡൗട്ടുകൾ, സംശയങ്ങൾ, അപ്പൊ അതുപോലെയുള്ള ചിന്തകളൊക്കെ മനസ്സിലോട്ട് വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആൻസൈറ്റി, അല്ലെ? ടെൻഷൻ വരുന്നു, അല്ലെ? അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത, ഫീൽ ദ നീഡ് ടു ഡു സംതിങ്, അല്ലെ? എന്നൊരു ചിന്ത മൈൻഡിലോട്ട് വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ആൻസൈറ്റി കുറയ്ക്കാൻ അവർ എന്ത് ചെയ്യുന്നു, ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അവിടെ എടുക്കുന്നു, അല്ലെ? അതാണ് കമ്പൽഷൻ. എനി ബിഹേവിയർ പെർഫോം ടു ഹെൽപ്പ് ടു മേക്ക് ദ ആൻസൈറ്റി ഗോ അവേ, അല്ലെ? അതാണ് കമ്പൽഷൻ. അപ്പൊ ഈ കമ്പൽഷന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് കിട്ടുന്നു, ചെറിയൊരു റിലീഫ് കിട്ടും, അല്ലെ? പക്ഷെ ഇതൊരു ടെമ്പററി ആണ്. OCD ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ റിലീഫ് ടെമ്പററി ആണ്. അവർക്ക് വീണ്ടും ഇതുപോലെ ഒബ്സഷൻസ് വരുന്നു, അതിന്റെ ഭാഗമായിട്ട് ആൻസൈറ്റി കാണുന്നു. അപ്പൊ അവരതിനെ ഓവർകം ചെയ്യാൻ കമ്പൽഷൻസ്, അല്ലെ? ബിഹേവിയേഴ്സ് എടുക്കുന്നു, പിന്നെ അവർക്ക് റിലീഫ് കിട്ടുന്നു, പിന്നെ ഒബ്സഷൻ. ഇതാണ് OCDയുടെ സൈക്കിൾ. Next question is, problems like stealing, gambling, lying are called bad habits, antisocial, psychosomatic, educational difficulties. The right answer is antisocial behavior. അപ്പൊ സ്റ്റീലിങ്, ഗാംബ്ലിങ്, ലൈയിങ്, അല്ലെ? കള്ളത്തരം പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അവർ കട്ടെടുക്കുന്നു, അല്ലെ? ഇങ്ങനെയുള്ള ബിഹേവിയറിനൊക്കെ നമ്മൾ ആന്റി സോഷ്യൽ ബിഹേവിയർ എന്നാണ് പറയാം. Next question is, pedophilia is a form of mental abuse, child sexual abuse, verbal abuse, physical abuse. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, പീഡോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ കൺസെന്റഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അൺകൺസെന്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ സെക്ഷൽ അർജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെയാണ് നമ്മൾ പീഡോഫീലിയ എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് പാരാഫീലിയ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലെ? ആൻസർ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോബിയ ആണ്, അല്ലെ?
അപ്പൊ എന്താണ് ഫോബിയ എന്ന് പറഞ്ഞാൽ? എന്താണ് ഫോബിയ? നമ്മൾ പറയും ഫോബിയ എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇറാഷണൽ ലാസ്റ്റിംഗ് ഫിയർ ഓഫ് എ certain object, situation or activity. അല്ലെ? അൺകൺട്രോളബിൾ ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇറാഷണൽ അകാരണമായ ലാസ്റ്റിംഗ് ഫിയർ, കുറെ നീണ്ടു നിൽക്കുന്ന ഭയം അല്ലെ? എന്തിനോടെങ്കിലും, ഒന്നുകിൽ ഒബ്ജക്റ്റിനോടാവാം, സിറ്റുവേഷനോടാവാം, അല്ലെങ്കിൽ ആക്ടിവിറ്റിനോടാവാം. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അകാരണമായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന ഭയത്തിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത് അല്ലെ? അപ്പം ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളെ വളരെയധികം പേടിയായിരിക്കും, ട്രാവൽ ചെയ്യാൻ ഭയമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അതൊക്കെ ഒരു ഇറാഷണൽ ഫിയർ ആണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഭയം ആണ് ഫോബിയ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോബിയയിലുള്ള പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫിയർ ഓഫ് ഗോയിങ് ടു ഓപ്പൺ സ്പേസ് കോൾഡ് ആൾഗോഫോബിയ, അഗോറാഫോബിയ, ആക്രോഫോബിയ, ക്ലോസ്ട്രോഫോബിയ. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ. ആൻസർ അഗോറാഫോബിയ ആണ് അല്ലെ? അപ്പം അഗോറാഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് പബ്ലിക് സ്പേസസ് ആണ്. പബ്ലിക് സ്പേസിനോടുള്ള ഫിയർ അല്ലെ? ക്രൗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ ആൾക്കാർ നിൽക്കുന്ന ഭാഗത്ത് അല്ലെ ഒരു പബ്ലിക് സ്പേസിലൊക്കെ പോയി നിൽക്കാനുള്ള ഒരു ഭയത്തിനെയാണ് നമ്മൾ അഗോറാഫോബിയ എന്ന് പറയുന്നത് അല്ലെ? നമ്മളിവിടെ എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോബിയാസ് എല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഫോബിയാസ് ആണ്. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് എൻക്ലോസ്ഡ് സ്പേസ് അല്ലെ? ലിഫ്റ്റിലൊക്കെ നിൽക്കാൻ ഭയം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നിൽക്കാനുള്ള ഭയത്തിനെയാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അരക്കനോഫോബിയ ഫിയർ ഓഫ് സ്പൈഡേഴ്സ് ആണ്. ഒഫിഡിയോഫോബിയ ഫിയർ ഓഫ് സ്നേക്ക് ആണ്. ഗ്ലോസോഫോബിയ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് അല്ലെ? ഇപ്പൊ ഒരു സ്റ്റേജിലൊക്കെ കയറി നിന്ന് പ്രസംഗിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് ഗ്ലോസോഫോബിയ. എയറോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫ്ലൈയിങ്. ആക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഹൈറ്റ്സ്. ട്രിപ്പനോഫോബിയ ഫിയർ ഓഫ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, മെയിൻലി നീഡിൽസിനോടൊക്കെയുള്ള ഭയമാണ് ട്രിപ്പനോഫോബിയ എന്ന് പറയുന്നത്. മൈസോഫോബിയ ഫിയർ ഓഫ് ജേംസ് ഓർ കണ്ടാമിനേഷൻ. ഇതിൽ ഒരുപാട് ഫോബിയാസ് ഉണ്ട്, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നൈക്റ്റോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡാർക്ക്നെസ് ആണ്. സീനോഫോബിയ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ഇപ്പൊ ഫയർ അല്ലെങ്കിൽ തീയിനോടൊക്കെ ഉള്ള നമ്മളെ ഭയത്തിനെയാണ് പൈറോഫോബിയ എന്ന് പറയാം. ഫിയർ ഓഫ് ഫയർ, ഫയറിനോടുള്ള ഭയമാണ് പൈറോഫോബിയ. സൂഫോബിയ ഫിയർ ഓഫ് ആനിമൽസ് ആണ്. The term used to describe an irrational fear of being places away from the familiar setting or one's own home. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇറാഷണൽ ഫിയർ അല്ലെ? നമുക്ക് ഒരു കാരണമായ ഭയം ഉണ്ടാവുന്നു അല്ലെ? എപ്പോഴാണ്? എവേ ഫ്രം ദ ഫെമിലിയർ സെറ്റിംഗ് അല്ലെ? നമുക്ക് അറിയുന്ന ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പുറത്തോട്ട് പോകുമ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഭയത്തിന് എന്താണ് പറയാ? അപ്പൊ ഇതിന് ആൻസർ എന്തായിരിക്കും? ഒരു മിനിറ്റ് പെട്ടെന്ന് ആലോചിച്ചേ, എന്തായിരിക്കും ആൻസർ? ആക്രോഫോബിയ ഉണ്ട്, അഗോറാഫോബിയ ഉണ്ട്, ക്ലോസ്ട്രോഫോബിയ ഉണ്ട്, ഗ്യാമോഫോബിയ ഉണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അഗോറാഫോബിയ ആണ്. അഗോറാഫോബിയനെ നമ്മൾ ഓപ്പൺ സ്പേസിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ ഭയത്തിനാണ് അഗോറാഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ക്രൗഡഡ് സ്പേസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് പബ്ലിക് സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പേസിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ? അല്ലെങ്കിൽ കുറെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ നിൽക്കാനുള്ള ഭയത്തിനെയാണ് നമ്മൾ അഗോറാഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചതാണ്, ഒരാൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് ജോലി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പൊ അയാൾക്ക് എന്ത് ഭയമാണ് ഉണ്ടാവുക? അഗോറാഫോബിയ ആണ് അല്ലെ? കാരണം അവർ പബ്ലിക്കിലോട്ട് ഇറങ്ങിയിട്ട് അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇടയിലൂടെയാണ് അവർ പോകുന്നത് അല്ലെ? അഗോറാഫോബിയ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോബിയാസ് ആണ്. ഗ്യാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മാരേജ്. ആൾഗോഫോബിയ ഫിയർ ഓഫ് പെയിൻ ആണ്, പെയിൻ. തനാത്തോഫോബിയ നമ്മൾ PSC ഒരു പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഫിയർ ഓഫ് ഡെത്ത് ആണ്. അടുത്തതാണ് സ്പെസിഫിക് ഫോബിയ. എക്സ്ട്രീം അൺറീസണബിൾ ആൻഡ് ഇറാഷണൽ ഫിയർ associated with a specific object, situation or concept which poses little or no actual danger.
അല്ലേ? അപ്പം എക്സ്ട്രീം ആയിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിനോടോ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു കൺസെപ്റ്റിനോടോ നമുക്ക് വല്ലാത്ത ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഒരു ഭയം, ഒരു ഫിയർ, ഒരു പേടി തോന്നുന്നു നമുക്ക്, അല്ലേ? പക്ഷെ ആ ഒരു കാര്യത്തിന് ശരിക്കും യാതൊരു തരത്തിലുള്ള ഡേഞ്ചറും ഇല്ല, അല്ലെ? ശരിക്കും നമ്മൾ അതൊരു പേടിക്കേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മളൊരു പേടിക്കേണ്ട ഒരു ഒബ്ജക്റ്റോ ഒരു വ്യക്തിയോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ഒരു വല്ലാത്ത ഒരു ഭയം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിനോട് അല്ലെങ്കിൽ സിറ്റുവേഷനോട് തോന്നുകയാണെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഫോബിയ എന്ന് പറയാം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഹോഡോഫോബിയ എന്ന് പറഞ്ഞാൽ? എക്സ്ട്രീം ഫിയർ ഓഫ് ട്രാവലിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഫോർ ഫോബിക് ഡിസോർഡേഴ്സ്? ഫാമിലി തെറാപ്പി, സൈക്കോതെറാപ്പി, മില്ലിയോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി? എന്തായിരിക്കും ആൻസർ? നമ്മൾ ഫോബിക് ഡിസോർഡേഴ്സിന് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് തെറാപ്പിയാണ് കൊടുക്കുക? നമുക്ക് ആൻസർ നോക്കാം. ബിഹേവിയറൽ തെറാപ്പിയാണ് നമ്മൾ ഫോബിക് ഡിസോർഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ബിഹേവിയറൽ തെറാപ്പിയിൽ മെയിൻ ആയിട്ട് സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ അതുപോലെ തന്നെ ഫ്ലഡിംഗ് ആണ് മെയിൻ ട്രീറ്റ്മെന്റ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണ്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണേ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ അതുപോലെ തന്നെ ഫ്ലഡിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും ട്രീറ്റ്മെന്റ് ചോയ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫോബിയയ്ക്ക് കൊടുക്കുന്നത്. എന്താണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ? അല്ലെ, സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഘട്ടം ഘട്ടമായിട്ട്, അല്ലെ? ഡീസെൻസിറ്റൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ഒരു ക്ലയന്റ് എത്തുന്ന സമയത്ത് തന്നെ അവര് ഒരു എന്താ പറയാ, അവരെ ആൻസൈറ്റി അല്ലെങ്കിൽ അവരെ ഫിയർ കൂട്ടുന്ന ഇവന്റ്സിന്റെ റാങ്ക്, അല്ലെ, അതിനെ അവർ ലിസ്റ്റ് ചെയ്യും. ആ ഒരു ആൻസൈറ്റിയുടെ ഒരു ഹൈറാർക്കി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അതിന്റെ കൂടെ അവർക്കൊരു റിലാക്സേഷൻ ട്രെയിനിങ്ങും അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം ഒരു സ്നേക്ക് ഉണ്ട്, ഒരാളോട് ഇരിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ ടു ദ ആൻസൈറ്റി പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ ഓർ സ്റ്റിമുലൈ വിത്ത് എൻഗേജ്മെന്റ് ഇൻ റിലാക്സേഷൻ ബിഹേവിയേഴ്സ്, അല്ലെ? അപ്പം എന്താണോ ആൻസൈറ്റി പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെ, അല്ലെങ്കിൽ എന്ത് സ്റ്റിമുലൈ ആണോ ഒരാൾക്ക് ആൻസൈറ്റി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഭയം ഉണ്ടാക്കുന്നത്, അല്ലെ, അതിനെ ആ ഒരു ഭയത്തിന്റെ കൂടെ റിലാക്സേഷൻ ബിഹേവിയേഴ്സും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ സ്നേക്കിനെ പേടിയുള്ള ഒരാൾ, ഒരു പാമ്പിനെ പേടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെ? അപ്പൊ ആദ്യം ഈ ആള് ആൻസൈറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം തന്നെ അവരെന്ത് ചെയ്യും? പാമ്പിന്റെ ഒരു ഫോട്ടോ, സ്നേക്കിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവരെ കാണിച്ചു കൊടുക്കും, അല്ലെ? അപ്പൊ അവർക്ക് പേടിയുണ്ട്, പക്ഷെ അത്ര വലിയ ഭയമില്ല, അല്ലെ? കാരണം അതിനെ ഫോട്ടോയിലല്ലേ കാണുന്നുള്ളൂ. അങ്ങനെ ഫോട്ടോ കണ്ട് കണ്ട് അവർക്ക് ആ ഒരു ടെൻഷൻ കുറയും, അല്ലെ? അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സ്നേക്കിന്റെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കും, അല്ലെ? അപ്പം എന്താണ്, അവർക്ക് പേടിയൊക്കെ ഉണ്ട്, അല്ലെ? മെല്ലെ മെല്ലെ റിലാക്സേഷൻ ടെക്നിക്സ് വഴി ആ ഒരു ഭയം, വീഡിയോയിൽ കാണുന്ന ഒരു ഭയം കുറഞ്ഞു വരുന്നു, അല്ലെ? പിന്നെ അടുത്തതായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? പാമ്പിന്റെ ദൂരെന്ന്, ഒറിജിനൽ പാമ്പിനെ ദൂരെന്ന് കാണിച്ചു കൊടുക്കുന്നു, അല്ലെ? അടുത്ത ഘട്ടത്തില് അവർക്ക് തൊട്ടടുത്തുനിന്ന് ഒരു ഡമ്മി പാമ്പിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, അല്ലെ? അടുത്ത സെഷനിൽ എന്ത് ചെയ്യുന്നു? ഒരു റൂമില് അവരെ കയറ്റി നിർത്തുന്നു. ആ റൂമിൽ തന്നെ ഒരു ചില്ലിന്റെ അകത്ത് ഒരു പാമ്പ്, ശരിക്കുള്ള ഒരു ഒറിജിനൽ പാമ്പിനെ വെച്ചിട്ട് അവരെ കുറച്ചു സമയം അവരെ ആ ഒരു പാമ്പിന്റെ അടുത്ത് തന്നെ നിർത്തും, അല്ലെ? അപ്പം അങ്ങനെ എന്താണ്, ഒരു ഹൈറാർക്കി, ഒരു ആൻസൈറ്റിയുടെ ഹൈറാർക്കി അവർ ലിസ്റ്റ് ചെയ്തിട്ട് വിത്ത് റിലാക്സേഷൻ ടെക്നിക്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ പാമ്പ് എന്നുള്ളതിനോടുള്ള അകാരണമായ ഭയം മെല്ലെ 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 കുറഞ്ഞു വരുന്നതായിട്ട് കാണാം, അല്ലെ? അതിനെയാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. എക്സ്പോഷർ ടു ദ ആൻസൈറ്റി പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ ഓർ സ്റ്റിമുലൈ വിത്ത് എൻഗേജ്മെന്റ് ഇൻ റിലാക്സേഷൻ ബിഹേവിയർ. അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പാമ്പിനെ ഒരു ചില്ലയിലൊന്നും കണ്ടു കഴിഞ്ഞാലൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെ? പക്ഷെ പാമ്പിന്റെ ഒരു ഫോട്ടോ കണ്ടാലോ അല്ലെങ്കിൽ പാമ്പിന്റെ ഒരു വീഡിയോ കണ്ടാലോ ഒക്കെ വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? അയാൾക്ക് തൊട്ടടുത്തുനിന്ന് പാമ്പിനെ ഒരു ചില്ലുകൂട്ടിൽ വെച്ച് കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ വഴി തിരിച്ചു കൊണ്ടുവരുന്നത്.
ഫോട്ടോ കണ്ടിട്ട് അവർക്ക് ഭയം കുറയുമ്പോഴാണ് നമുക്ക് അവർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അവരുടെ ടെൻഷൻ പേടി കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് അവര് ഹൈ ലെവൽ ആൻസൈറ്റി ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ലാസ്റ്റ് പറഞ്ഞത്. വൺസ് ദ ക്ലയന്റ് ഫീൽസ് ക്വയറ്റ് റിലാക്സ് വിത്ത് ദിസ്, then therapy moves on to the relaxation in the presence of the next highest ranked situation on the fear of hierarchy. അടുത്തതാണ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഫ്ലഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്താണോ ആൻസൈറ്റി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവര് എന്താണോ പ്രൊവോക്ക് ചെയ്യുന്നത് ആ സിറ്റുവേഷനിലോട്ട് ഡയറക്റ്റ്ലി അവരെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ ആ സ്റ്റിമുലേഷൻസ് എല്ലാം കൂടെ അവർക്ക് ഒറ്റയടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഫ്ലഡിങ്ങിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ക്രോണിക് ഹാർട്ട് കണ്ടീഷൻസ് എന്തെങ്കിലുമൊക്കെ ഉള്ള അല്ലെ, ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യാറില്ല അല്ലെ. എന്തെങ്കിലും ക്രോണിക് ഹാർട്ട് കണ്ടീഷൻസ് ഒന്നും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളിത് ചെയ്യാറില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് അല്ലെ. എന്താണ് ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പോഷർ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്പോസ് പേഷ്യൻസ് ടു തിങ്സ് ദേ ഫിയർ ആൻഡ് അവോയ്ഡ് അല്ലെ. അവർക്ക് എന്തിനാണോ ഭയമുള്ളത് അല്ലെ, എന്താണോ അവർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് അവർക്ക് ഡയറക്റ്റ്ലി എക്സ്പോഷർ കൊടുക്കുന്നു അല്ലെ. ത്രൂ റിപ്പീറ്റഡ് എക്സ്പോഷേഴ്സ് ആൻസൈറ്റി ലെസൺസ് ബിക്കോസ് ദേ ഹാബിച്വേറ്റ് ടു ദ തിങ്സ് ഫിയർഡ് അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ കൊടുക്കുന്നത് വഴി അവരുടെ ആൻസൈറ്റി അല്ലെ, അവരുടെ ടെൻഷൻ കുറയുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹാബിച്വേറ്റ് അല്ലെ, അവരത് ശീലമായി അല്ലെ. ഇപ്പൊ ഇവിടെ കാണാം, ഈ പൂച്ചയ്ക്ക് ചുറ്റും നമ്മൾ പാമ്പിനെ വെച്ചു അല്ലെങ്കിൽ പാമ്പിനെ എക്സ്പോഷർ കൊടുത്ത് പിന്നെ ആ ഒരു പാമ്പിനെ എന്താണ് ഭയം കുറഞ്ഞു വന്നു അല്ലെ. പാമ്പിനോടുള്ള ഒരു ഭയം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അല്ലെ. അതെന്താണ്, അവർക്ക് ശീലമായി അല്ലെ. അപ്പം ഇതാണ് ഫ്ലഡിംഗ് എന്ന് പറയുന്ന തെറാപ്പി. അടുത്ത നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എനി പാറ്റേൺ ഓഫ് ഈറ്റിംഗ് ദാറ്റ് റിസൾട്ട്സ് ഇൻ കോംപ്രമൈസസ് ടു വൺസ് ഹെൽത്ത് കോൾഡ് ഈറ്റിംഗ് ഡിസോർഡർ. അപ്പം ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹെൽത്തിനെ ബാധിക്കുന്ന അല്ലെ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഈറ്റിംഗ് പാറ്റേൺസോ ഏത് തരത്തിലുള്ള ഭക്ഷണ രീതിയെ നമുക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആയിട്ട് പറയാം. അതിന് എക്സാമ്പിൾ ആയിട്ട് ബുളീമിയ നെർവോസ, അനറക്സിയ നെർവോസയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗത്തുനിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻ ഈറ്റിംഗ് ഡിസോർഡർ ഇൻ വിച്ച് ബിഞ്ച് ഈറ്റിംഗ് ഈസ് ഫോളോഡ് ബൈ ഡിപ്രഷൻ ആൻഡ് ഗിൽറ്റ്, സെൽഫ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് ആൻഡ് പർച്ചിങ് ഈസ് അനറക്സിയ നെർവോസ, ബുളീമിയ നെർവോസ. അപ്പൊ എന്തായിരിക്കും ആൻസർ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് ശ്രദ്ധിക്കുക, ബിഞ്ച് ഈറ്റിംഗ്. ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ റാപ്പിഡ് ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ ഒരുപാട് ഫുഡ് കഴിക്കുന്നതിനെയാണ് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയാം അല്ലെ. ഇങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്നു അല്ലെ, ഒരാൾ ഫുഡ് കഴിക്കുന്നു, അതിനുശേഷം അവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഗിൽറ്റ് അല്ലെ, ഒരുപാട് ഫുഡ് കഴിച്ചതിന് ശേഷം അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരികയാണ് അല്ലെ, ഒരുപാട് കഴിച്ചു ഇനി ഞാൻ തടി വെക്കുകയോ അല്ലെ വണ്ണം കൂടുവോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ അവർക്ക് വരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യുന്നു? സെൽഫ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് അല്ലെ, വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും, അല്ലെങ്കിൽ ബാക്കി പർച്ചിങ് ബിഹേവിയേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഏത് കണ്ടീഷനാണെന്നാണ് ക്വസ്റ്റ്യൻ. ബുളീമിയ നെർവോസയാണ് റൈറ്റ് ആൻസർ.